ചിട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരാൾ പ്രതിമാസം 5000 രൂപ സേവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായി അയാൾ 1,00,000 രൂപയുടെ ചിട്ടി തിരഞ്ഞെടുക്കുന്നു. 20 മാസ തവണകളായാണ് ചിട്ടിയിൽ തുക നിക്ഷേപിക്കേണ്ടത്. 20 മാസത്തെ ആ ചിട്ടിയിൽ 20 അംഗങ്ങളാണ് ഉണ്ടാവുക. ആദ്യ മാസം എല്ലാവരും 5000 രൂപ നിക്ഷേപിക്കുന്നു. രണ്ടാം മാസം മുതൽ പണം ആവശ്യമുള്ളവർക്ക് ഒരു ലേലത്തിൽ പങ്കെടുക്കാം. ഈ ലേലത്തിൽ 30% കുറയാതെ ഒരു തുക ആവശ്യക്കാർക്ക് ലേലം വിളിക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാൾ വിജയിക്കുന്നു. എല്ലാവരും കുറഞ്ഞ തുകയ്ക്കാണ് ലേലം വിളിക്കുന്നതെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയെ തിരഞ്ഞെടുക്കുന്നു. 1,00,000 രൂപയുടെ ചിട്ടിക്ക് 30,000 രൂപ കിഴിവായി ലഭിച്ചാൽ ചിട്ടി കമ്പനി 5% മാനേജ്മെൻറ്റ് ഫീസായി എടുക്കുന്നു. ബാക്കി തുക ഡിവിഡൻഡായി എല്ലാ അംഗങ്ങൾക്കും തുല്യമായി വിതരണം ചെയ്യുകയും രണ്ടാം മാസത്തെ ഗഡുവിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 20 മാസ കാലയളവിൽ ഓരോ വ്യക്തിക്കും ലേലത്തിൽ പങ്കെടുത്ത് പണം എടുക്കാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാത്ത അംഗത്തിന് പൂർണ്ണമായ മെച്യൂരിറ്റി തുക ലഭിക്കും. എന്നാൽ ഡിവിഡൻഡ് തുക കിഴിവായി കിട്ടുന്നത് കൊണ്ട് ഏകദേശം 88,000 രൂപ മാത്രമേ അടച്ചിട്ടുണ്ടാവുകയുള്ളൂ. ലഭിച്ച അധിക തുക പലിശയായി കണക്കാക്കിയാൽ ഏകദേശം 10 മുതൽ 12% വരെ വരും. ആഡിയോകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ലാഭകരമാണ്. രണ്ടാമത്തെ ലേലത്തിൽ പണം നേടുന്നവർ നഷ്ടത്തിലാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അടച്ച തുകയേക്കാൾ കുറഞ്ഞ തുകയാണ് ലേലത്തിൽ കിട്ടുന്നതെങ്കിലും പണം അത്യാവശ്യമുള്ള ഘട്ടത്തിൽ കിട്ടിയെന്ന് മാത്രമല്ല, കുറഞ്ഞ പലിശ നിരക്കുള്ള ലോണായി ചിട്ടി മാറുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഒരേ സമയം ചിട്ടി മികച്ച സേവിങ്സ് ഓപ്ഷനും കുറഞ്ഞ പലിശ നിരക്കുള്ള ലോണുമായി മാറുന്നു. കോയിൻ പ്ലസ് ബൈ ഫിനോവെസ്റ്റ്, ദ സ്മാർട്ട് വേ ടു സേവ്, ഈസി വേ ടു ബോറോ.